സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾസ് തിയറം ആണ്. റോൾസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. സോ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ബൈഹേർട്ട് ചെയ്ത് പഠിക്കണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്നും അതേപോലെ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു 0 ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിൻറ്റ് സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. ഇത് ആക്ച്വലി നിങ്ങൾ +2 പഠിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അവിടെ പഠിക്കുന്നത്. ഇപ്പം നമുക്ക് പ്രൂഫ് നോക്കാം. +2 അല്ലെങ്കിൽ കാൽക്കുലസിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇഫ് എഫ്, അതായത് രണ്ട് കേസായിട്ടാണ് നമ്മൾ ഈ ഒരു തിയറം പ്രൂവ് ചെയ്യുന്നത്. ഒന്ന്, ഇഫ് എഫ് വാനിഷസ് ഐഡൻറ്റിക്കലി ഓൺ ഐ ദെൻ എനി സി വിൽ സാറ്റിസ്ഫൈ ദ കൺക്ലൂഷൻ ഓഫ് ദി തിയറം. അതായത് നമുക്കിപ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ആവുന്ന കേസ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ സം എക്സ്, ഒരു എക്സിനെങ്കിലും നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കേസ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കേസാണ് ഐഡൻറ്റിക്കലി 0 എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വാനിഷസ് ഐഡൻറ്റിക്കലി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ ഏത് പോയിന്റ് സി എടുത്താലും എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കും. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെന്ന് വിചാരിക്കുക, വാനിഷ് ഐഡൻറ്റിക്കലി അല്ല എന്ന് വെച്ചാൽ ഒരു പോയിന്റിലെങ്കിലും 0 അല്ലാതെ വേറൊരു പോയിന്റ് എഫ് തരും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക, സപ്പോസ് ദാറ്റ് എഫ് റീപ്ലേസിംഗ് ബൈ -f ഇഫ് നെസസറി വി മേ സപ്പോസ് ദാറ്റ്, ഇവിടെയാണ് സപ്പോസ് ദാറ്റ് വരുന്നത്, അല്ലെങ്കിൽ വി മേ അസ്യൂം സം പോസിറ്റീവ് വാല്യൂസ്. അതായത് എഫിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ നമ്മൾ അസ്യൂം ചെയ്യുന്നു. നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യും, -f കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഓക്കെ, ഒരു തിയറം ഉണ്ട്, മാക്സിമം മിനിമം തിയറം. ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി എ കണ്ടിന്യൂസ് ഓൺ ഐ ദെൻ എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആൻ അബ്സല്യൂട്ട് മിനിമം ഓൺ ഐ. അപ്പോൾ ഇങ്ങനെ ഒരു തിയറം ഉണ്ട്, മാക്സിമം മിനിമം തിയറം ഉണ്ട്. മാക്സിമം മിനിമം തിയറം എന്താണ് പറയുന്നത്, ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവലിനകത്ത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനൊരു അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണ്. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഒരു ഫംഗ്ഷൻ അബ്സല്യൂട്ട് മാക്സിമം ആവുമെന്ന് പറഞ്ഞാൽ വേറെ ഏത് പോയിന്റ് എക്സ് എടുത്താലും എക്സ് സ്റ്റാർ അബ്സല്യൂട്ട് മാക്സിമം ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മാക്സിമം മിനിമം തിയറം അനുസരിച്ച് ഈ പറയുന്ന എഫിനൊരു മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അറ്റ് സം പോയിന്റ് ബൈ ദി എബോവ് സ്റ്റേറ്റഡ് തിയറം ദ ഫംഗ്ഷൻ എഫ് അറ്റൈൻസ് ദ വാല്യൂ സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഐ. ഈ സുപ്രീമോ ആണ് അവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അറ്റ് സം പോയിന്റ് സി ഇൻ ഐ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആ പോയിന്റ് ഒരിക്കലും എയോ ബിയോ ആവത്തില്ല. സോ സി മസ്റ്റ് ലൈ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. സോ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ്, ദെയർഫോർ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് and since f as a relative maximum at c, we conclude from the interior extremum theorem f dash of c equal to 0. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. നോക്കി, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തുണ്ട്, ഈ പറയുന്ന ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആയതുകൊണ്ട് മാക്സിമം മിനിമം തിയറം അനുസരിച്ച് ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട് അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. ഓക്കെ, ഈ ഒരു സാധനം കൺക്ലൂഡഡ് ആയി. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിക്കകത്ത് എവിടെ വേണമെങ്കിലും വരാം, എയോ ബിയോ വേണമെങ്കിലും വരാം. പക്ഷെ നമ്മളുടെ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എഫ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് ഒരു പോയിന്റിലെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ സെൻറ്റൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. -f കൊടുത്തിട്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന കേസിൽ ഈ പറയുന്ന മാക്സിമം വാല്യൂ എയും ബിയും അല്ലാതെ ആകും, ഉള്ളിലുള്ളൊരു പോയിന്റ് ആകും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറം പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ സി എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ആ റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ് ഉണ്ടെന്ന് ആര് പറയുന്നുണ്ട്, ഉണ്ടെന്ന് നമ്മളുടെ മാക്സിമം മിനിമം തിയറം പറയുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കുമെന്ന് ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറവും പറയുന്നുണ്ട്. സോ ആ രണ്ട് തിയറവും സ്റ്റേറ്റ് കൂടി ചെയ്യണം കേട്ടോ ഇവിടെ.
ആ രണ്ട് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ ഈ ഒരു പ്രൂഫിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. നെക്സ്റ്റ് മീൻ വാല്യൂ തിയറമാണ് വരുന്നത്. സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ക്ലോസ് ഇൻ്റർവൽ ആൻഡ് ദാറ്റ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് ഇൻ സം ഓപ്പൺ ഇൻ്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ ദെയർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് സി ഇൻ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ റോൾസ് തിയറത്തിൽ ഒരു അഡീഷണൽ കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു 0 എന്ന് വരണം. ഇവിടെ ആ കണ്ടീഷൻ ഇല്ല. ഏതൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് സി എങ്കിലും അവിടെ കാണും സച്ച് ദാറ്റ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ ആവുന്ന രീതിയിൽ. സോ കൺസിഡർ ദി ഫംഗ്ഷൻ ഫൈ. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ മനസ്സിലാക്കുക. ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഫൈ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം. ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഭയങ്കര പാടായിട്ട് തോന്നും, പക്ഷേ ഈ ഫൈ ഓഫ് എക്സ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയതുകൊണ്ട് ഫൈയും കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആയതുകൊണ്ട് ഫൈയും ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കുക, ഫൈ ഓഫ് എ എന്താണ്? ഫൈ ഓഫ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എ മൈനസ് എക്സിന് വരെ എ കൊടുക്കുക, അപ്പോൾ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് വേറെ എ കൊടുക്കുമ്പോൾ എ മൈനസ് എ. അപ്പോൾ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ 0, എ മൈനസ് എ 0. അപ്പോൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0. അപ്പോൾ ഫൈ ഓഫ് എ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഫൈ ഓഫ് എ 0 കിട്ടും. ഇനി നിങ്ങൾ ഫൈ ഓഫ് ബി ഒന്ന് ചെയ്ത് നോക്കിയേ. ഫൈ ഓഫ് ബി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? എഫ് ഓഫ് എക്സിന് പകരം ബി. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സിന് പകരം ബി കൊടുത്താൽ ബി മൈനസ് എ. അപ്പോൾ ഈ ബി മൈനസ് എയും ബി മൈനസ് എയും ക്യാൻസലായി പോവും. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അതും ക്യാൻസലായി പോവും, ഈക്വൽ ടു 0 വരും. അപ്പോൾ ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും 0 വരും. ഇത് കണ്ടോ? ഓക്കെ, ഫൈ കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ആണെന്ന് ഞാൻ പറഞ്ഞു. ഫൈ ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണെന്ന് ഞാൻ പറഞ്ഞു. ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ കഴിഞ്ഞ നമ്മൾ പഠിച്ച റോൾസ് തിയറത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ റോൾസ് തിയറം അനുസരിച്ച് നമുക്ക് പറയാം ദെയർ എക്സിസ്റ്റ് എ പോയിന്റ് സി ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് ഫൈ ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പോൾ എന്താ നമ്മൾ ചെയ്ത്? നമ്മൾ മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാൻ ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ആ ഫംഗ്ഷൻ റോൾസ് തിയറത്തിൻ്റെ എല്ലാ ഹൈപ്പോത്തസിസും സാറ്റിസ്ഫൈ ചെയ്യും നമ്മൾ കാണിച്ചു. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ കൺക്ലൂഷനായിട്ട് ഒരു സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായിരിക്കും, അവരുടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇനി ഫൈ ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയിപ്പോക്കോളും. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഇൻറ്റു സം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് അതേപോലെ വരും ഇതിൻ്റെ ഡെറിവേറ്റീവ്. എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 0 എന്നാണ്, അതായത് 1 തന്നെ വരും അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈ കോൺസ്റ്റൻ്റ് വരും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ദിസ് കോൺസ്റ്റൻ്റ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സിന് വരെ സി കൊടുക്കുക മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു 0 എന്നാണ് വന്നത്. അപ്പോൾ ഈ ടേം എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ പറയുന്ന ബി മൈനസ് എ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ ഒന്നുമില്ല, ഫൈ ഡിഫൈൻ ചെയ്യുക, പിന്നെ റോൾസ് തിയറം അപ്ലൈ ചെയ്യുക, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ബാക്കിയെല്ലാം പെട്ടെന്ന് കിട്ടും. Now, the geometric view of the mean value theorem is that there is some point on the curve y is equal to f of x at which the tangent line is parallel to the line segment through the point a f of a and b f of b എന്നാണ്. സംഭവം ഒന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് അതുകൂടി നോക്കി പോവാം. ഒരു ജോമെട്രിക് വെർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി some point on the curve y is equal to f of x which the tangent is parallel to the line segment through the point a f of a. a f of a എന്ന് പറയുന്നത് ഈ പോയിൻ്റ് ആണ്. ഇപ്പോൾ ഞാനിവിടെ എ എന്ന് വിളിച്ചു, ഈ പോയിന്റിൽ ബി എന്ന് വിളിച്ചാൽ ഇതാണ് എ എഫ് ഓഫ് എ, ഇതാണ് ബി എഫ് ഓഫ് ബി. അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ ഇതിന് ടാൻജൻ്റ് ആയിട്ട് പോകുന്ന വേറൊരു ലൈൻ പോയിൻ്റ് അവിടെ ഉണ്ടായിരിക്കും. ആ പോയിൻ്റാണ് നമ്മളുടെ സി എന്ന് പറയുന്നത്. അപ്പോൾ ജിയോമെട്രിക് വ്യൂവിലോട്ട് ഞാനിപ്പോൾ കാര്യമായിട്ട് കടക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളിതിൻ്റെ പ്രൂഫ് മാത്രം മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ.